കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. രചകൻ്റെ കഥ പറഞ്ഞ് ഞാൻ നിർത്തിയിരിക്കുകയാണ്. രചകൻ തൻ്റെ എല്ലാ ധനവാന്മാരുടെയും വസ്ത്രങ്ങൾ അലക്കി അച്ഛനെയും ശുശ്രൂഷിച്ച് സമാധാനത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാരപ്പൻ എന്ന് പറയുന്നൊരു ശത്രു ഉണ്ടായി മന്ത്രവാദം ചെയ്ത് രചകനെയും അച്ഛനെയും ആ നാട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. രചകനും സിദ്ധികളൊക്കെ ഉള്ളതുകൊണ്ടാണ്, മന്ത്രങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ്, തന്ത്രങ്ങളൊക്കെ അറിയുന്നത് കൊണ്ടാണ്, കൗശലക്കാരനായതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ വീട്ടുകാരുടെയും ജോലി കിട്ടുന്നതും പണം സമ്പാദിക്കുന്നതും എന്നൊക്കെയാണ് മാരപ്പനും കൂട്ടരും ധരിച്ചു വച്ചിരിക്കുന്നത്. അവരെ വീണ്ടും മന്ത്രവാദിയെ ചെന്ന് കണ്ടു. മന്ത്രവാദി ഒരു ഏലസ് ജപിച്ചു കൊടുത്തു. മാരപ്പനും കൂട്ടരും കൂടിയിട്ട് രചകൻ്റെ വീടിന് ചുറ്റുമൊക്കെ സന്ധ്യയ്ക്ക് മുമ്പ് എല്ലായിടത്തുമൊക്കെ പതുങ്ങിയിരുന്നു. രാത്രി കുറേ സമയം കഴിഞ്ഞപ്പോൾ വീടിനകത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ രചകൻ പുത്രൻ മകൻ ചെറിയ രചകൻ കഞ്ഞി വയ്ക്കുന്നതും പിന്നെ അടുത്തുനിന്ന് വിളമ്പി രണ്ട് ഭാഗത്തായിട്ട് രണ്ട് പാത്രത്തിലായി കൊണ്ടുവന്ന് വയ്ക്കുന്നതും അച്ഛൻ വന്നിരിക്കുന്നതും മകൻ അച്ഛന് വിളമ്പി കൊടുക്കുന്നതും അവിടെ തന്നെ ഇരുന്ന് ഇതാണ്. അവർ രണ്ടുപേര് കളിച്ച് ചിരിച്ച് വർത്താനം പറഞ്ഞ് സുഖമായിട്ട് അച്ഛനും മോനും അങ്ങനെ ജീവിക്കുക. പാത്രമൊക്കെ കൊണ്ടുകൊടുത്ത് അച്ഛൻ കിടന്നതിന് ശേഷം അച്ഛനെ പുതപ്പിച്ച് അച്ഛനെ പാദം തൊട്ട് നമസ്കരിച്ച് രചകൻ കിടക്കാനായിട്ട് കതക് അടച്ച് പുറത്തേക്ക് വന്ന് തിണ്ണയിലെ ഒരു മുണ്ടിട്ട് തുടച്ചിട്ട് അതുപോലെ തൻ്റെ സാധാരണ നീണ്ട നിവർന്നങ്ങോട്ട് കിടന്നു. സാധാരണ പ്രാർത്ഥനയും നടത്തി രചകൻ അവിടെ കിടന്നു സുഖമായിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങി. കിടന്ന് ഏതാനും നേരം കിടന്നുറക്കം കഴിഞ്ഞപ്പോൾ ചുറ്റും വന്ന് വീടിന് ചുറ്റും കാവലിൽ നിൽക്കുന്ന മാരപ്പനും കൂട്ടരും ഏലസ് കയ്യിലെടുത്തു മാരപ്പൻ. എന്നിട്ട് മറ്റുള്ളവരോട് പോയി എല്ലാവരും കാവലിൽ നിൽക്കുക. അയാളെങ്ങാനും ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എണീറ്റ് എന്നെ ഒരു പിടുത്തം പിടിച്ചാൽ എൻ്റെ പണി കഴിയും. അതുകൊണ്ട് കാവൽ നിർത്തിക്കൊണ്ട് മാരപ്പൻ പതുക്കെ ചെന്ന് നോക്കി. ആദ്യം ഒരു ദാസൻ പോയി നോക്കി കേട്ടോ. ദാസൻ പോയി ചെന്ന് നോക്കിയപ്പോൾ ഉറങ്ങി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ മാരപ്പൻ ചെന്നു മറ്റയാളും കൂടെ ഉണ്ട് കേട്ടോ. ഇത്തിരി മാറിയിരിക്കുക. കൂടെ ചെന്നിട്ട് ഏറ്റവും അടുത്ത് ചെന്നിട്ട് ഈ രചകൻ്റെ ഉറങ്ങിക്കിടക്കുന്ന മകൻ്റെ പുത്രനായ രചകൻ്റെ മുഖത്തേക്ക് അങ്ങോട്ട് നോക്കി. മുഖത്ത് നോക്കിയപ്പോൾ ആദ്യം തന്നെ മാരപ്പൻ കണ്ടതെന്താണ്? ഒരു കിരീടം, ഒരു സ്വർണം കൊണ്ടുള്ള അതിമനോഹരമായ ഒരു കിരീടം. ഇതെന്താന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഇത്തിരി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് കീഴ്പോട്ട് നോക്കുമ്പോൾ കണ്ടത്തിലൊക്കെ അതിമനോഹരമായ മുഖം ശാന്തമായിട്ട് കണ്ണടച്ച് കിടന്നുറങ്ങുന്നു. കണ്ഠാഭരണങ്ങൾ, നെഞ്ചിൽ കൗസ്തുഭരത്നം. ഇതെന്താ ഈ കാണണേ? കാതിൽ നോക്കുമ്പോഴോ മകരകുണ്ടലങ്ങൾ എന്ന് പറഞ്ഞാൽ മകരം എന്ന് പറയുന്ന ഒരു മത്സ്യമാണ്. ആ മത്സ്യത്തിൻ്റെ ആകൃതി, അതായത് അല്പം ഒന്ന് വാലിങ്ങനെ വളഞ്ഞ്, അതാണ് മകരകുണ്ടലത്തിൻ്റെ ആകൃതി. തലയും വാലും തമ്മിൽ കൂട്ടിമുട്ടില്ല എന്നുള്ളൂ. അതുപോലെ ഇങ്ങനെ വളയും. വാല് ഇങ്ങനെ രണ്ട് ഭാഗം, ഉടൽ തല ഇങ്ങടും വളയും. അങ്ങനെയുള്ളതിൻ്റെ ആ ആകൃതിയിലുള്ള കുണ്ടലങ്ങൾ, കാതിൽ തൂക്കിയിട്ടേക്കണ കർണാഭരണം, കൗസ്തുഭം, വനമാല. അത് കഴിഞ്ഞ് അരയിലാണെങ്കിൽ നല്ല കിങ്ങിണി കെട്ടിയിരിക്കുന്നു, മഞ്ഞപ്പട്ടുടയാട ചാർത്തിയിരിക്കുന്നു. ഇതെന്തത്? കയ്യിലുണ്ട് ധാരാളം ഘടകങ്ങളൊക്കെ, നല്ല രത്നഘടകങ്ങൾ, സ്വർണ്ണഘടകങ്ങളൊക്കെ, കയ്യിലെ ആഭരണങ്ങൾ. ഇതൊന്നും കൂടെ അടുത്ത് തന്നെ വെച്ചിരിക്കുന്നു ഒരു ഓടക്കുഴൽ. ഭഗവാനെ, ഇതാരാത്? ഓടക്കുഴലൊക്കെ കൊണ്ട് നടക്കുന്ന ഓടക്കുഴലിൻ്റെ അടുത്തിരിക്കുന്ന ഒരു കെട്ട് മയിൽപ്പീലി. അയ്യോ, ഇതാര നോക്കി പാദം വരെ ചെന്നു. പാദത്തിലാണെങ്കിൽ തളയും ഒക്കെ ഉണ്ട് താനും. നല്ല മനോഹരമായ അദ്ദേഹം വേഗം അങ്ങോട്ട് നോക്കി നിൽക്കെ പതുക്കെ പ്രദക്ഷിണം വച്ച് ആ രചകൻ്റെ പാദത്തിൽ വെത്തി അവിടെ നിന്ന് നോക്കുമ്പോൾ നീണ്ടു നിവർന്ന് ഇങ്ങനെ നിൽക്കുക. ആരെ? മഹാവിഷ്ണു. അപ്പം തന്നെ മാരപ്പൻ എന്തു ചെയ്തു? അങ്ങോട്ട് തൊഴുതു. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഇങ്ങനെ ഭഗവാന്റെ നാമങ്ങൾ അങ്ങോട്ട് ഉച്ചരിക്കാൻ തുടങ്ങി. അറിയാതെ അതങ്ങോട്ട് ഉറക്കെയായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ വന്ന് തൊഴുത് ഈ രൂപങ്ങൾ കണ്ടപ്പോൾ, മഹാവിഷ്ണുവിൻ്റെ ഈ രൂപങ്ങൾ കണ്ടപ്പോൾ അവരും തൊഴുത് കൂടെ നാമം ജപിക്കാൻ തുടങ്ങി. ഈ ശബ്ദം കേട്ടിട്ട് അകത്ത് നിന്ന് പുറത്തേക്ക് വന്ന അച്ഛനായ രചകൻ വന്ന് നോക്കുമ്പോഴെന്താ, തൻ്റെ മകൻ കിടന്ന് ഉറങ്ങിയിരുന്ന സ്ഥലത്ത് ഇപ്പണ്ട് ഇതാ മഹാവിഷ്ണു വന്ന് പ്രത്യക്ഷപ്പെട്ടേക്കണു. എല്ലാവരും തൊഴുതു, അദ്ദേഹവും തൊഴുതു നാമം ജപിക്കാൻ. അയൽപ്പക്കത്തുള്ളവരും എല്ലാവരും ആൾക്കാർ വന്നു. കുറച്ച് സമയത്തിനകത്ത് അവിടെ ധാരാളം ജനങ്ങൾ കൂടി എല്ലാവരും മഹാവിഷ്ണുവിനെ കണ്ട് നാമം ജപിക്കാൻ തുടങ്ങി. ഈ ശബ്ദം കേട്ട് പെട്ടെന്ന് രചകൻ അങ്ങോട്ട് ഉണർന്നു. രചകൻ ഉണർന്ന വഴിക്ക് ഈ നിൽക്കുന്ന മഹാവിഷ്ണു ഇങ്ങനെ അങ്ങോട്ട് കേട്ടന്നു. പഴയ രചകനായിട്ട് അവിടെ കിടന്ന് ഉറങ്ങുക. ശബ്ദം കേട്ട് എണീറ്റ് അവിടെ ഇരുന്നു. എന്താ അച്ഛ അവിടെ ആൾ കൂടിയിരിക്കുന്നത്? അച്ഛ എന്താ പറ്റിയേ എന്ന് ചോദിച്ച് രചകപുത്രനായിട്ട് അങ്ങോട്ട് മാറുകയും ചെയ്തു. അപ്പോൾ അവർ തങ്ങൾക്കുണ്ടായ ഒരു അബദ്ധം മാരിയപ്പനങ്ങട് കാല് തൊട്ടിട്ട് പറഞ്ഞു, അച്ഛനോടും മകനോടുമായിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് കുനിഷ്ട് തോന്നി. നിങ്ങളാണ് എല്ലാ ജോലിയും ചെയ്ത് എല്ലാവരുടെയും പണം വാങ്ങിക്കണം. ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ലാണ്ടായതുകൊണ്ട് ഞാനൊരു മന്ത്രവാദിയെ കണ്ട് നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ട മന്ത്രപ്പണികളും തന്ത്രപ്പണികളൊക്കെ ചെയ്തു. ഈ ഏലസ് കൊണ്ടുവന്നിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ഒടിഞ്ഞ് കാൽക്കൽ വയ്ക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് മുഖത്ത് നോക്കിക്കൊണ്ട് ഞങ്ങൾ കണ്ടത് ഭഗവാനെയാണ്, മഹാവിഷ്ണുവിനെയാണ്. മഹാവിഷ്ണുവിനെയോ? എന്താ ചെയ്യ പറയണേ എന്ന് വെച്ചു. അതേ മകനെ, മഹാവിഷ്ണുവിനെ കണ്ട്. എന്നിട്ട് എവിടെ മഹാവിഷ്ണു? നിന്റെ മേലേക്ക് ഇങ്ങോട്ട് കിടക്കണമുണ്ട്, അപ്പം കാണാനില്ല. നീ എന്നല്ലേ മഹാവിഷ്ണു? നിനക്ക് വിഷ്ണുവിൻ്റെ അംശമുണ്ട് കുട്ടി, നീ വിഷ്ണുവിൻ്റെ അംശാവതാരമാണ്. അന്ന് മുതൽക്ക് മാരിയപ്പനാണെങ്കിൽ മാപ്പ് പറഞ്ഞു, എനിക്കറിയാതെ പറ്റിയതാണ്, ഇനി ഞാൻ ഉപദ്രവിക്കില്ല, ജോലി ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് ഈ പുത്രനായ രചകൻ്റെ കാല് പിടിച്ചു. അപ്പോൾ കുറച്ച് സമയം കണ്ണടച്ചിരുന്നതിന് ശേഷം പുത്രനായ രചകൻ പറഞ്ഞു, തെറ്റാർക്കും പറ്റാം. ആ തെറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങളതിന് പ്രായശ്ചിത്തം ചെയ്യുന്നത് ജോലി ചെയ്ത് ജീവിക്കാൻ അനുവദിക്കണം. ആവാം, നമുക്കൊരുമിച്ച് ജോലി ജീവിക്കാം. എനിക്കും അച്ഛനും ജീവിക്കാം, വളരെ കുറച്ച് പണേ വേണ്ടു, അത്രയും ജോലിയെ ഞാൻ ചെയ്യുന്നുള്ളൂ. ബാക്കി ജോലികളൊക്കെ നിങ്ങൾ ചെയ്തോളൂ, കൃത്യമായിട്ട് ചെയ്തോളൂ, വൃത്തിയായിട്ട് ചെയ്തോളൂ, അതിൻ്റെ പണവും നിങ്ങൾ വാങ്ങിച്ചോളൂ, നിങ്ങൾ സുഖമായിട്ട് ജീവിച്ചോളൂ. ചെയ്ത തെറ്റിൽ നിങ്ങൾക്ക് പശ്ചാത്താപല്ലേ? ഇനി അത് ആവർത്തിക്കില്ലല്ലോ? അയ്യോ ഇല്ല. അങ്ങനെ അവർ തമ്മിൽ സൗഹൃദമായിട്ട് പിരിഞ്ഞ് വളരെ സൗഹൃദത്തോടെ ജോലി ചെയ്യാനായിട്ട് ആരംഭിക്കുകയും ആ നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കുകയും ചെയ്തു. പറയിപെറ്റ പന്തിരുകുലത്തിലെ വരരുചി എന്ന മഹാബ്രാഹ്മണൻ്റെയും പഞ്ചമിയുടെയും പുത്രനായ രചകൻ എടുത്തു വളർത്തിയ ആ പുത്രൻ രചകൻ എന്ന പേരിൽ തന്നെയാണ് പേര് കേട്ടിരിക്കുന്നത്. സമാധാനവും സംതൃപ്തിയും എവിടെ ചെന്നാലും നൽകുന്ന ഒരു സിദ്ധനായിരുന്നു അദ്ദേഹം. അപ്പോൾ ഞാൻ ഈ കഥ കേൾക്കാത്തവർക്കായിട്ട് സമർപ്പിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കും, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.